അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒരു തെറ്റും ചെയ്യാത്ത പാവം ജനങ്ങളെ കൊന്നൊടുക്കുന്നതിനെ എന്തു പറഞ്ഞ് ന്യായീകരിച്ചാലും ന്യായമാവില്ല, എത്ര വാദിച്ചാലും സത്യവുമാവില്ല. ഫ്ലാഷ് ബാക്ക്. ഞാൻ എന്തിനായി ഹിജാബ് ധരിക്കുന്നത്? എത്ര പേര് മുടി കാണിക്കുന്നു, ഞാനും ധരിക്കുന്നില്ല. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. A few minutes later. ഭാര്യയെയും മക്കളെയും കൊന്നു കുഴിച്ചുമൂടി ഒരു 32 വയസ്സുകാരൻ. ഇതൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്നേ? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ഭാര്യ പുറത്തേക്കിറങ്ങിയപ്പോൾ ബുർഖ ധരിക്കാതിരുന്നതിനാണ് പ്രതി ഈ ക്രൂരകൃത്യം നടത്തിയത്. எனக்கு 3 விஷயம் ரொம்ப பிடிக்கும். 1 கொல்றது பிடிக்கும், 2 கொல்றது பிடிக்கும், 3 கொல்றது தான் பிடிக்கும். ഹിജാബ് എനിക്ക് ഒരിക്കലും ഒരു ഭാരമല്ല, പകരം സംരക്ഷണമാണ്. തിരോധാനത്തിൽ സംശയം തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഡിസംബർ മാസം ആദ്യ വാരമാണ് തഹീറ എന്ന് പറയുന്ന 32-കാരി തന്റെ അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടിലേക്ക് പോയത്. പക്ഷേ ബുർക്ക ഇടാതെയായിരുന്നു പോയത്. അതെനിക്കിഷ്ടമില്ല. അതും വളരെ കൃത്യമായിട്ടുള്ള പദ്ധതി ഇട്ടുകൊണ്ടാണ് വെടിവെച്ചാണ് കൊലപ്പെടുത്തുന്നത്. മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അതാണ് നമ്മൾ പറയാറ്, ഇവിടെ കുറെ പട്ടികളുണ്ട്, ആ പട്ടികളിൽ പേ പിടിച്ച പട്ടീനെയാണ് നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാറ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാമിനെ ഞാൻ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. ഒരു കാലത്ത് നിന്നെ പോലെ ഞാനും ചിന്തിച്ചിരുന്നു. പിന്നീട് ആ ചിന്ത മതഭയം കൊണ്ടാണെന്നും മാനസികരോഗമാണെന്നും മനസ്സിലാക്കിയപ്പോ ഞാനത് ഉപേക്ഷിച്ചു. 10-ാം തീയതി രാത്രി വീട്ടിൽ ചായ തിളപ്പിക്കുകയായിരുന്ന തഹിരയെ പുറകിൽ നിന്നും വെടിവെച്ച് വീഴ്ത്തി. സംശയമൊന്നുമില്ലല്ലേ? ആ കൊലപാതകം കണ്ടുകൊണ്ടിരുന്ന മൂത്ത മകൾ 14 വയസ്സ് മാത്രമാണ് പ്രായം. ആ പെൺകുട്ടിയെയും വെടിവെച്ച് കൊലപ്പെടുത്തി. കേട്ടിട്ട് എന്റെ തല ചെകിടിക്കുന്നു. ടെൻഷൻ പண்றேன். എങ്ക பார்த்தாலும் നീ എല്ലാം ഉണ്ണാളതാണ്ട. പിന്നീട് രണ്ടാമത്തെ മകൾ, ആ മകൾക്ക് 7 വയസ്സ് മാത്രമാണ് പ്രായം. ആ കുട്ടിയും ഈ കൊലപാതകം കണ്ടിരുന്നു. ആ കുട്ടിയെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമുണ്ടോ? ആ കൊച്ചിന്റെ അവസ്ഥ ഒന്ന് കാണണം. ഇനി ഒരിക്കലും കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വിവേകാനന്ദനെ ഞാൻ വെല്ലുവിളിക്കുകയില്ല. മറ്റ് 2 മക്കൾ കൂടിയുണ്ട്. അവർക്ക് എന്തായാലും യാതൊരു പ്രശ്നവുമില്ല. അവർ ആ സംഭവ സ്ഥലത്ത്, ആ സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ രക്ഷപ്പെടാൻ കാരണമായത്. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. ഈ രാജ്യത്ത് ഈ വ്യവസ്ഥിതിയിൽ ജനിച്ചു പോയി എന്ന ഒറ്റ തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. യുവർ ഓണർ, their birth was indeed their mistake. ഇയാൾ ഈ കുറ്റസമ്മതത്തിൽ ആ മൊഴിയിൽ പറയുന്നത് വലിയ ദേഷ്യവും അതുപോലെ തന്നെ അപമാനവും ഒക്കെ ഉണ്ടായി. അതായത് തന്റെ ഭാര്യ സ്വന്തം മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയപ്പോൾ ബുർക്ക ഇടാതെ പോയി എന്നുള്ള ഒരു കാരണം, അതിൽ അയാൾക്ക് ദേഷ്യം തോന്നിയിട്ട് ഈ കൊലപാതകം നടത്തിയെന്നുള്ളത്. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവരാരെങ്കിലും വേണ്ടേ? മതഭ്രാന്ത്, അതേ തുടർന്ന് കുടുംബാംഗങ്ങളെ പോലും കൊലപ്പെടുത്താൻ മടിക്കാത്ത ആളുകളുണ്ട് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ഒരു കുടുംബത്തിൽ ഒന്നെങ്ങനെയാവാം? എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്? കാരണം ബുർഖ ധരിക്കാത്തതിന് ഭാര്യയെയും 2 പെൺമക്കളെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല. ആ ഹെൽമെറ്റ് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഹെൽമെറ്റ് വെക്കണ തല്ലുകൊള്ളാതിരിക്കാനാണല്ലേ? ഷാജ്, ഏറ്റവും ദാരുണം മതഭ്രാന്തിന്റെ പേരിൽ ഈ കുടുംബത്തിൽ ഭാര്യയും മക്കളെയും ഒക്കെ കൊല്ലുക എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത സംഗതി കൂടിയാണ്. എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇങ്ങനെയൊക്കെ ഇരിക്കും. എടാ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ?